നമുക്ക് ഇനി മഴ അലർട്ടുകൾ വരുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ്. വിഫാറ്റ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ നാളെ മുതൽ മധ്യ തെക്കൻ കേരളത്തിൽ മഴ തീവ്രമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കിയിൽ കനത്ത മഴയാണ്. മലയോര മേഖലയിൽ ഇടവിട്ട് മഴ തുടരുകയാണ്. നെടുങ്കണ്ടത്ത് ശക്തമായ മഴയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പത്തനംതിട്ടയിൽ മഴ തുടരുന്നു. പമ്പ, അച്ചൻകോവിൽ, കക്കാട് ആറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ തുറന്നു. നദികളിൽ ഇറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. സുനിഷ അയല്ലൂർ, അതോടൊപ്പം തന്നെ രാഹുൽ സുരേഷും പ്രവീൺ പുരുഷോത്തമനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് ആദ്യം ഇടുക്കിയിലേക്കൊന്ന് പോകാം. ഞാൻ സുനിഷയിലേക്ക് വരാം. സുനിഷ, അറിയിപ്പുകളൊക്കെ എടുത്തു വെച്ചോളൂ. രാഹുൽ സുരേഷ്, കുടചൂടി നിൽക്കുകയാണ്. മഴ കനക്കുകയാണോ ഇടുക്കിയിൽ? ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ട്. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഇടുക്കിയിൽ അതിശക്തമായ മഴയാണ്. ഇന്നലെ ആരംഭിച്ച മഴ ഇടവിട്ട് ഇപ്പോഴും മലയോര മേഖലകളിൽ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുള്ളത് കട്ടപ്പനയിലാണ്. കട്ടപ്പന, നെടുങ്കണ്ടം, അടിമാലി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ശക്തമായ മഴ തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ മഴയുടെ തീവ്രത എത്രത്തോളമാണെന്ന് ദൃശ്യമാണ്. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും മലയോര മേഖലകളിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസങ്ങളിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ ജാഗ്രത ആളുകൾ പാലിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും പറയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ശക്തമായ കാറ്റാണ് സുജയ ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ആഞ്ഞു വീശുന്നത്. ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് നെടുങ്കണ്ടത്താണ്. നെടുങ്കണ്ടത്ത് നിർമ്മാണത്തിലിരുന്ന മുണ്ടിയിരുമ കാഞ്ഞിരത്തുമൂട് റോഡിൽ പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി 3 വീടുകളാണ് അപകടാവസ്ഥയിലായിട്ടുള്ളത്. 4 വർഷമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അശാസ്ത്രീയമായ റോഡിന്റെ നിർമ്മാണം മൂലമാണ് മണ്ണിടിയാൻ കാരണമായതെന്ന് പറയുന്നു. അതിൽ പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യം വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാഹുൽ. ഇപ്പോൾ കാറ്റ് വീശുന്നുണ്ട്. രാഹുൽ നിൽക്കുന്നതിന് പിന്നിലൊക്കെ മരങ്ങൾ ആടിയുലയുന്നത് കാണാം. രാഹുൽ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സുജയ, നമ്മളിപ്പോൾ കട്ടപ്പനയിലാണ് ഉള്ളത്. കട്ടപ്പനയുടെ സമീപ പ്രദേശത്തിലാണ് ഉള്ളത്. ശക്തമായ കാറ്റും മഴയാണ് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ഓറഞ്ച് അലർട്ടാണ്. അതിന്റെ ഭാഗമായി തന്നെ സാധാരണ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ജില്ലയിൽ കാര്യമായ മഴ ഉണ്ടാകുന്നതല്ല. പക്ഷേ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് മുതൽ ശക്തമായ മഴയും കാറ്റുമാണ്. അത് ഇന്നലെ മുതൽ ആരംഭിച്ച മഴയാണ്. ഇന്ന് ഓറഞ്ച് അലർട്ട്, നാളെ ഓറഞ്ച് അലർട്ട്, മറ്റന്നാൾ ഓറഞ്ച് അലർട്ട്, അങ്ങനെ 3 ദിവസമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അനിഷ്ട സംഭവം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. മഴ കനക്കുകയാണ്. ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന ഭാഗത്തും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്യുകയും അടുത്ത മണിക്കൂറുകളിൽ പെയ്യാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നമുക്ക് സുനിഷ അയല്ലൂരിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് സുനിഷ അയല്ലൂർ. ഇടുക്കിയിൽ മഴ പെയ്യുന്നത് കണ്ടല്ലോ. ബാക്കി ജില്ലകളിലൊക്കെ എന്താണ് സാഹചര്യം? അടുത്ത മണിക്കൂറുകളിലേക്കുള്ള മുന്നറിയിപ്പ് എന്താണ്? സുജയ, രാഹുൽ പറഞ്ഞതുപോലെ ഇടുക്കിയിൽ അടുത്ത മണിക്കൂറിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഇടുക്കിയിൽ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലും ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മറ്റ് 7 ജില്ലകൾക്ക് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, അത്തരം ജില്ലകൾക്കാണ്. ആലപ്പുഴ ജില്ലയ്ക്കുമാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. സുജയ, പ്രധാനപ്പെട്ട കാര്യം വിഫാറ്റ് ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് ഇപ്പോൾ മഴ കനക്കുന്നത്. അത് ന്യൂനമർദ്ദമായി മാറുമെന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം. അങ്ങനെയെങ്കിൽ നാളെ മുതൽ മഴ ഇതേ രീതിയിൽ തന്നെ കനക്കുമെന്നുള്ളതാണ്. മധ്യ തെക്കൻ കേരളത്തിലാണ് മഴ കനക്കാനുള്ളൊരു സാധ്യതയായി പറയുന്നത്. നാളെയും 6 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസവും ഇതേ രീതിയിൽ തന്നെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു 5-7 ദിവസമൊക്കെ ഇങ്ങനെ മഴ കനത്ത് തന്നെ പെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ തന്നെ നിൽക്കുക. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നദികളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ നദികളിൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കേരള തീരത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 27 വരെ മത്സ്യബന്ധനത്തിനൊന്നും പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്രം നൽകുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ മുന്നറിയിപ്പൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി ഏതായാലും വരുന്ന 3 മണിക്കൂറിൽ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ്. ഒപ്പം ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. ജാഗ്രത പാലിക്കുക. മലയോര മേഖലയിലും തീരദേശ മേഖലയിലുമുള്ളവർ ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ് ഓറഞ്ച് അലർട്ട്. ബാക്കി ചിലയിടങ്ങളിൽ യെല്ലോ അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബാക്കിയുള്ളങ്ങളിൽ കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്,
തൃശൂർ ഈ 5 ജില്ലകളിൽ ഇപ്പോൾ ഗ്രീൻ അലർട്ടുമാണ്. അപ്പോൾ മഴക്കെടുതി ഉണ്ടാകാൻ, മഴ കൂടാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെയുള്ളവർ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. പ്രവീൺ പുരുഷോത്തമൻ, അവിടെ ആറുകളിലൊക്കെ വെള്ളം ഇങ്ങനെ ഉയരുന്നുവെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണല്ലേ? സുജിയ, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ കുടയുടെ ആവശ്യമില്ല. പക്ഷേ ഇടയ്ക്കിടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ മഴയുടെ ശക്തി അല്പം കുറയുന്നു. ഇപ്പോൾ ഏതായാലും മഴ അല്പം മാറി നിൽക്കുകയാണെന്ന് പറയാം. മൂഴിയാർ റിസർവോയറിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. 20 സെൻറ്റിമീറ്ററാണ് മൂഴിയാർ റിസർവോയറിൻ്റെ ഒരു ഷട്ടർ തുറന്നിരിക്കുന്നത്. അവിടെ ഫുൾ റിസർവോയർ ലെവൽ എന്നുള്ളത് 192.63 മീറ്ററാണ്. ഇപ്പോഴത്തെ ഒരു വാട്ടർ ലെവൽ 191.60 മീറ്റർ മാത്രമാണ്. പമ്പ റിസർവോയറിൽ ഒരു ഷട്ടർ പോലും തുറന്നിട്ടില്ല. അവിടെ ഫുൾ റിസർവോയർ ലെവൽ എന്നുള്ളത് 986.33 മീറ്ററാണ്. ഇപ്പോഴത്തെ വാട്ടർ ലെവൽ 976.15 മീറ്റർ മാത്രമാണ്. കക്കി റിസർവോയറിൽ അവിടെ ഫുൾ റിസർവോയർ ലെവൽ 981.46 മീറ്ററാണ്. ഇപ്പോഴത്തെ ഒരു ലെവൽ എന്നുള്ളത് 971.39 മീറ്റർ മാത്രമാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ചൻകോവിലാറിലാണ്. അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പമ്പാ നദിയിലും കക്കാട് നദിയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പോലും നദികളിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇറങ്ങരുതെന്ന ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഏതായാലും പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ശബരിമല വനമേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പമ്പാ നദിയിൽ എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പത്തനംതിട്ടയിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 4 ജില്ലകളിൽ മാത്രമാണ് ഗ്രീൻ അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ് കൂടുതൽ മഴ പെയ്യാൻ സാധ്യത. ആ 2 ജില്ലകളിലുള്ളവർ നന്നായി ശ്രദ്ധിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്നവർ കുടയെടുക്കുന്നതിനൊപ്പം തന്നെ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം.